അരുൺ കോഴിക്കോട്ട് നിന്നാണ്. MS അനീഷ് കുമാർ ഉണ്ട് അവിടെ. CPM-നെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ SFIയുടെ ആക്രമണം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി. ആഭ്യന്തര വകുപ്പിനെയും ആരോഗ്യ വകുപ്പിനെയും വിമർശിക്കുന്ന മുഖപ്രസംഗത്തിൽ CPM ജനങ്ങളിൽ നിന്ന് അകന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനയെന്നും വിലയിരുത്തുന്നു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് മുൻപുള്ള ചിത്രമല്ല ഇപ്പോൾ സമസ്തയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം CPM നടത്തിയ നീക്കങ്ങളുണ്ട്. സമസ്ത UDF സംവിധാനത്തെയും ലീഗിനെയൊക്കെ വിമർശിച്ചിട്ടുണ്ട് ഈ മുഖപ്രസംഗത്തിലൂടെ പലവട്ടവും. പക്ഷേ ഇപ്പോൾ കളം മാറുന്നു എന്ന് അവർക്കും വ്യക്തമാകുന്നു. കാരണം ഇത്ര വലിയ ഒരു ജനകീയതയില്ലായ്മ, ജനകീയ മുഖമെന്ന കാര്യം നഷ്ടപ്പെടുന്നത്, ജനങ്ങൾ വെറുക്കുന്നത് ഒരു സംവിധാനത്തെ ഒട്ടാകെ, അതിൻ്റെ പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് മുഖപ്രസംഗത്തിലൂടെ സമസ്ത. ഇതെന്തിൻ്റെ സൂചനയാണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് സമസ്തയും CPM-ഉം തമ്മിലുള്ള അടുപ്പം, അല്ലെങ്കിൽ സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ CPM-ഉമായി പരസ്യമായും രഹസ്യമായും ഒക്കെ അടുപ്പം പുലർത്തുന്നതാണ്. ഒപ്പം ലീഗുമായി ഒരു ഭിന്നത സമസ്തയ്ക്ക് ഉണ്ട് എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മലബാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എത്രമാത്രം UDF-ന്റെ വോട്ടുകൾ കുറയും, അല്ലെങ്കിൽ ലീഗ് മേഖലകളിൽ വിള്ളൽ വീഴുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് സജീവമായി ചർച്ച ചെയ്തിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു വിള്ളലും ഉണ്ടായില്ല. വോട്ട് ബാങ്കിൽ ഒരു തരത്തിലുമുള്ള വിള്ളൽ വീഴ്ത്താൻ CPM-നായില്ല എന്നതാണ് തെരഞ്ഞെടുപ്പിന് ശേഷം വ്യക്തമാകുന്നത്. കാരണം പൊന്നാനി, മലപ്പുറം, വടകര, കണ്ണൂർ, കോഴിക്കോട്, വയനാട് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയത്. അതിൽ ലീഗിന്റെ പങ്ക് വളരെ വലുതുമാണ്. എന്തായാലും ഇതിനൊക്കെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ സമസ്ത മുഖപത്രമായ സുപ്രഭാതം CPM-നെ നിശിതമായി വിമർശിച്ചുള്ള എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ SFIയുടെ അക്രമം വരെയുള്ള സംഭവങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി. CPM ജനങ്ങളിൽ നിന്നും അകന്നു എന്നതിന്റെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. സർക്കാരും CPM-ഉം പലപ്പോഴായി എടുത്ത ജനവിരുദ്ധ നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. അസഹിഷ്ണുതയുടെയും ധാർഷ്ട്യത്തിന്റെയും വക്താക്കളായി CPM നേതാക്കൾ നിറഞ്ഞാടുന്ന കാലമായിരുന്നു കഴിഞ്ഞുപോയത്. ഒപ്പം ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ ഉള്ള ഇടങ്ങളിൽ കുത്തഴിഞ്ഞ് കിടന്ന സംവിധാനത്തെ നേരെയാക്കാൻ ഭരണകൂടം ഒരു ഘട്ടത്തിലും ഇടപെട്ടില്ല, അല്ലെങ്കിൽ ഭരണകൂടം ഇക്കാര്യങ്ങളിൽ അനങ്ങിയില്ല. പോലീസ് രാജിൽ സംസ്ഥാനത്ത് പൗരാവകാശം ചവിട്ടി അരയ്ക്കപ്പെട്ട രീതിയിലായിരുന്നു. തുടർഭരണം നൽകിയ അധികാര ധാർഷ്ട്യം പ്രാദേശിക നേതാക്കളെ സാധാരണക്കാരിൽ നിന്നും അകറ്റുന്ന സാഹചര്യം ഉണ്ടായി എന്നും പറയുന്നു. ഒപ്പം ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള കോണിപ്പടിയാവുന്നത് ലീഗിന്റെ മാത്രം സവിശേഷതയാണ് എന്ന രീതിയിൽ ലീഗിനെ വലിയ രീതിയിൽ പ്രശംസിക്കുകയും മുഖപത്രത്തിൽ ചെയ്യുന്നുണ്ട്. എന്തായാലും രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. CPM-നെ നിശിതമായി വിമർശിക്കുന്നു, മറുവശത്ത് ലീഗിനെ പുകഴ്ത്തുന്നു. ഈ രണ്ട് കാര്യങ്ങളും ചെയ്തതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവ്യക്തത, അല്ലെങ്കിൽ ആശയക്കുഴപ്പം, സമസ്തയിൽ ഭിന്നതയുണ്ടെന്നുള്ള പ്രചാരണം, ഇതൊക്കെ പടിക്ക് പുറത്താക്കി ഒറ്റക്കെട്ടാണ് സമസ്ത UDF-ന് പിന്നിൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനൊപ്പം തന്നെ നിൽക്കുന്നു എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ ഈ എഡിറ്റോറിയലിലൂടെ നൽകുന്നത്.